സൂചിപ്പിച്ചതുപോലെ ക്ഷമകെട്ട മനുഷ്യരാണ്. കാരണം 4 ദിവസത്തോളം നീളുകയാണ്. രാത്രിയിലൊക്കെ ഉറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ആന എങ്ങോട്ട് മൂവ് ചെയ്യും എന്നതൊക്കെ വലിയൊരു ആശങ്കയായി നിലനിൽക്കുകയാണ്. വയനാടിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ സംഷാദ് മരക്കാരും റെജി ലൂക്കോസ് ഇടത് സഹയാത്രികനും നമ്മോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ശ്രീ സംഷാദ് മരക്കാർ, കാരണം 4ാമത്തെ ദിവസമാണ്, ഒരു ഉത്തരം വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ജനങ്ങൾ വലിയ പാനിക്കാണ്. അവരെ സംബന്ധിച്ചോളം അത് സ്വാഭാവികമാണ്. അവിടുത്തെ ആളുകൾ അനുഭവിച്ചതിന്റെ അങ്ങേ അറ്റത്തെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്നൊരു ഉത്തരം ലഭിച്ചില്ല എങ്കിൽ അവർ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത് ശ്രീ സംഷാദ്? തീർച്ചയായും ജനങ്ങളുടെ പ്രതിഷേധത്തിനോടൊപ്പം തന്നെയാണ് 4ാമത്തെ ദിവസമാണ് നമ്മൾ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കുമെന്നുള്ളൊരു ഉറപ്പ് വനംവകുപ്പും എല്ലാവരും ചേർന്ന് സർവകക്ഷി യോഗത്തിലൊക്കെ ജനങ്ങളത് അംഗീകരിക്കുകയും ചെയ്തതാണ്. പക്ഷെ നമുക്ക് ഇതുവരെ അത് ചെയ്യാൻ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. ഞാനിപ്പോ നിൽക്കുന്നതും ഈ മണ്ണുണ്ടി കോളനിയുടെ 1 കിലോമീറ്റർ ഇപ്പുറത്താണ്. ആനയെ നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല സമയത്തും. പക്ഷെ ആന ഒരിക്കൽ ഈ മയക്കുവെടി ഏൽക്കുകയും ഇതിനെക്കുറിച്ച് ധാരണയുള്ളത് കൊണ്ട് കുങ്കിയാനകളുടെ പ്രസൻസ് വരുമ്പോൾ അത് മൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് വലിയ രീതിയിൽ വളർന്നു നിൽക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനിടയിലേക്ക് ആന പോയാൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ 1 മണിക്കൂറോളം ഏത് രീതിയിൽ ആനയുടെ ബിഹേവിയർ ഉണ്ടാകുമെന്നുള്ളതൊരു വലിയ പ്രശ്നമാണ്. കാരണം ഒരാളെ കൊന്ന ആന അതൊരു ബിഹേവിയർ നമ്മൾ പ്രെഡിക്റ്റബിൾ അല്ല. അപ്പൊ അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണെങ്കിലും മറ്റാരെങ്കിലും അതൊരു പ്രദേശത്തെ ഏത് രീതിയിൽ അത് ബാധിക്കുമെന്ന് നോക്കണം. അതുകൊണ്ടാണ് കുങ്കി ആനകളെ നമ്മൾ ആദ്യം കൊണ്ടുവന്നു. പക്ഷെ കുങ്കീംസിന്റെ പ്രസൻസ് മനസ്സിലാക്കി ആന മൂവ് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. അതാണ് ഒരു ബുദ്ധിമുട്ടായി വനംവകുപ്പ് പറയുന്നത്. പക്ഷെ ഇതെല്ലാം വനംവകുപ്പിന് പറയാം. പക്ഷെ ഇതൊക്കെ നമ്മുടെ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു അവസരം ഉണ്ടാവണം. ഈ 2 ദിവസമായി സ്കൂളുകൾക്ക് അവധി കൊടുക്കുന്നു. ജനങ്ങൾക്ക് ടൗണിൽ ഇറങ്ങാനോ ഒരു ആവശ്യത്തിന് പോകാനോ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ്. അത് അടിയന്തരമായി പരിഹരിക്കണമെങ്കിൽ ആനയെ പിടിക്കുക, മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുക എന്നുള്ളതിനപ്പുറം നമുക്ക് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇതിനകത്തൊരു പാളിച്ച, ഈ ആന നമ്മളുടെ സർവൈലൻസിൽ വന്നു എന്നുള്ള വിവരം ഫോറസ്റ്റിൽ കിട്ടുകയും അവിടെ നിന്ന് അതിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും അതിൽ നിന്ന് പാളിച്ച പറ്റുകയും ഒരു മരണം സംഭവിക്കുകയും ചെയ്തു. മരണം സംഭവിച്ചത് 7:38-നാണ്. അതിനുശേഷം പോലും നമുക്കൊരു ഉത്തരവ് കിട്ടുന്നത് 3 മണി 3:30 അടുപ്പിച്ചാണ്. അത്രയും സമയം ഈ അജി എന്ന് പറയുന്ന നമ്മുടെ മരണപ്പെട്ട സുഹൃത്തിന്റെ അറ്റാക്ക് ചെയ്ത വീടിന്റെ മുകളിൽ ഈ ആന നിലയുറപ്പിച്ചിട്ടുണ്ടായി. അത് വളരെ കാര്യക്ഷമമായി നമ്മൾ അന്ന് ഇടപെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്ന് തന്നെ നമുക്ക് ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയാണ്. ആ ഉത്തരവാദിത്വം ഈ ഉത്തരവിറക്കാൻ വൈകിയ വനം വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ്. അതിലൊരു തർക്കവുമില്ല. അതിനുശേഷം ഒരു കാര്യം ചോദിക്കട്ടെ, കാരണം വനം വകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമാണ്. വനം വകുപ്പിനെതിരെ വലിയ പ്രതികരണമാണ്. ഓരോരുത്തരുത്തും അഭിപ്രായം ചോദിക്കുമ്പോൾ അവരൊക്കെ തന്നെ സംവിധാനത്തിന്റെ പരാജയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നിങ്ങളുടെ പാർട്ടി നേതാക്കൾ MLA മാരൊക്കെ തന്നെ വനം മന്ത്രിയുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തുകയാണ്, വനമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തുകൊണ്ടാണ് ഈ ദുരന്തത്തിന് ശേഷം ഉണ്ടാകുന്ന സർക്കാരിന്റെ ഈ അറിയിപ്പുകൾ ജില്ലാ ഭരണകൂട തലത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന സർവകക്ഷി യോഗം, പിന്നീട് സർക്കാർ നൽകിയ ഉറപ്പുകൾ, ഇതൊക്കെ വിശ്വാസത്തിലെടുക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അറിയുന്നത് എന്നൊരു പരാജയമാണ്. കാരണം ഇത്രമേൽ പരാജയപ്പെട്ട ഒരു വകുപ്പ് മന്ത്രി വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാഹചര്യത്തിലാണ് വനം വകുപ്പ് മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ. സമയത്തും കടുവയുടെ ആക്രമണത്തിൽ തോമസ് മരണപ്പെടുമ്പോഴും പ്രജീഷ് മരണപ്പെടുന്നതൊക്കെ കണ്ടവരാണ് ഞങ്ങൾ എല്ലാവരും. അന്ന് വകുപ്പ് മന്ത്രി എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഒതുങ്ങിയതിനു ശേഷം ഇതിനപ്പുറം വനം വകുപ്പ് മന്ത്രി ഒരു കാര്യവും ചെയ്യുന്നില്ല. അപ്പൊ കർണാടകയിൽ നിന്ന് വന്ന ആനയുടെ സിഗ്നലുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ ആദ്യ കർണാടക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് മോശം തന്നെയാണ്, തർക്കമില്ല. പക്ഷെ ഈ സിഗ്നലുകളും മറ്റും നമ്മൾ എന്തൊക്കെ ഇടപെടലുകൾ നടത്തി? ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥ തലത്തിലല്ല, മന്ത്രിയോ ചീഫ് സെക്രട്ടറിയോ CMന്റെ ഓഫീസോ എന്തെങ്കിലും തരത്തിൽ ഇടപെടലുകൾ നടത്തിയിരുന്നു? കാരണം ഇടപെടൽ നടത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിന്റെ സിഗ്നലുകൾ നമുക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടായി. 1 മാസത്തോളം വയനാടിന്റെ
ശരി, ശ്രീ ഷംഷാദ്, താങ്കളിലേക്ക് മടങ്ങിയെത്താം. കാരണം അവിടെ റേഞ്ച് കുറവുള്ള ഒരു മേഖലയാണ്, അറിയാം, വനമേഖലയാണ്. അവിടെയാണ് താങ്കൾ നിൽക്കുന്നത്. ടെലിഫോണിൽ താങ്കളെ ബന്ധപ്പെടാം. ശ്രീ റെജി ലൂക്കോസ്, സംസ്ഥാന സർക്കാരിൻ്റെയും പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെ നടപടികളെ വിശ്വാസത്തിലെടുക്കുന്നതേയില്ല മലയോര ജനത. കാരണം അടിക്കടി ഉണ്ടാകുന്ന അനുഭവങ്ങൾ, പ്രത്യേകിച്ച് ഈ വനം മന്ത്രി പരാജയമെന്ന് അവിടുത്തെ ഈ സഭാപ്രതിനിധി അടക്കം മാനന്തവാടി ബിഷപ്പടക്കം എണ്ണി പറയുന്നുണ്ട്. അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറയുന്നത് വയനാടിൻ്റെ ചുമതലയുള്ള മന്ത്രിയാണ്. ഈ ദുരന്തം ഉണ്ടായിട്ട് ശേഷം പോലും ഒരു മോണിറ്ററിംഗ് കൃത്യമായി നടക്കുന്നില്ല. ഇത് ഒരു ഗൗരവമുള്ള ഒരു വിഷയം. ഒരാൾ മരിച്ച് അവിടുത്തെ കുടുംബമടക്കം ആ നാടൊന്നാകെ ബുദ്ധിമുട്ട് അനുഭവിച്ച് അവർ ആശങ്കയുടെ ആ മുൾമുനയിലൂടെ കടന്നു പോകുന്ന നിമിഷത്തിലും ഇതൊരു ഗൗരവത്തോടു കൂടി സർക്കാർ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന വലിയൊരു കുറ്റപ്പെടുത്തൽ ഉണ്ട്. അത് ഒരർത്ഥത്തിൽ നോക്കുമ്പോൾ അവിടെ എല്ലാ ആളുകളും, എല്ലാ ജനതയും ഒരേ വാക്കാണ്. അവർ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങൾ പറയുകയാണ് എന്ന്. കാരണം അവർക്ക് രാഷ്ട്രീയമില്ല എന്ന് ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. കാരണം അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. എത്രയോ നാളുകൾ അത് ആന മാത്രമല്ല, പല പല വന്യജീവികൾ അവരുടെ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ജീവഹാനി. അപ്പോൾ സർക്കാരിൻ്റെ പ്രയോറിറ്റിയെക്കുറിച്ചാണ് അവർക്ക് സംശയം വരുന്നത്. ഏത് തരത്തിലാണ്, ഒരു മുഖ്യമന്ത്രി തലത്തിലൊരു ഇടപെടലാണ് പലപ്പോഴും അവർ ആവശ്യപ്പെടുന്നത്. അതെന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? വളരെ സങ്കീർണമായ ഒരു ചോദ്യമാണ് പ്രതീക്ഷ. വാസ്തവത്തില് വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ന് ജനങ്ങൾക്ക് പകലും രാത്രിയും ഭേദമന്യേ പുറത്തിറങ്ങാൻ മേലാത്തൊരവസ്ഥയാണ്. പരിഷ്കൃതമായ ഒരു സമൂഹത്തിൽ, ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതിന് പകരം മൃഗങ്ങൾക്ക്, കാട്ടുമൃഗങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ഒരു അപരിഷ്കൃത നിയമം നമ്മുടെ രാജ്യത്തുണ്ടെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങളെ സംബന്ധിച്ചുള്ള വളരെ പാനിക്കായ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കേവലം ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു ചെറുപ്പക്കാരനെ പട്ടപ്പകൽ ഒരു കരടി മൃഗീയമായി കൊന്നും ഏതാണ്ട് ശരീരത്തിന്റെ പകുതിയോളം ഭാഗങ്ങൾ ഭക്ഷിക്കുകയും ആ ചെറുപ്പക്കാരനെ കൊല ചെയ്യുകയും ചെയ്തു. ഇന്നിപ്പോ ഒരു കടുവ വയനാട്ടിനോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരൊരു ഇരുമ്പ് നെറ്റിൽ കുടുങ്ങിയിട്ടുണ്ട്. അതുകൂടാണ്ട് തന്നെ അജീഷിന്റെ മരണം. ഇപ്പൊ ഈ കേരള ജന്മം എടുത്തതിന് ശേഷം 986 മനുഷ്യരെ ആനകൾ തന്നെ കൊന്നു കഴിഞ്ഞു. അതായത് കാട്ടാനകൾ തന്നെ കൊന്നു കളഞ്ഞു. 1972 ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയാണ് ഇപ്പോൾ നിലവിലുള്ള ഈ നിയമം ഇന്ത്യയിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടത്. 50 വർഷങ്ങൾക്ക് ശേഷവും ഈ നിയമത്തിനൊരു അയവ് വന്നില്ല എന്ന് മാത്രമല്ല, വാജ്പേയി സർക്കാരിന്റെ കാലത്ത് മേനകാ ഗാന്ധി ആ നിയമം കുറച്ചുകൂടെ കർശനമാക്കുകയും ചെയ്തു. പരിഷ്കൃതമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും വനങ്ങളിലെ ജീവികളുടെ എണ്ണം കൂടുമ്പോൾ അതിനെ ബാലൻസ് ചെയ്യിക്കും. ജനങ്ങളെ തന്നെ വിട്ട് അതിനെ കൊണ്ട് വേട്ടയടിപ്പിക്കും നിശ്ചിതമായ സമയങ്ങളിൽ. ഇന്ത്യയിൽ കുടുംബാസൂത്രണത്തിലൂടെ മനുഷ്യരുടെ എണ്ണത്തിനെ നിയന്ത്രിക്കാനായിട്ട് നിയമമുള്ള രാജ്യത്ത് കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതിനെ നിയന്ത്രിക്കാൻ ഒരു നിയമമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത്. അത് അനുഭവിക്കുന്ന ഈ പാവപ്പെട്ട വനത്തോട് ചേർന്ന് നടക്കുന്ന വയനാട്, ഇടുക്കി പോലുള്ള കണ്ണൂർ പോലുള്ള ജില്ലകളിലെ പാവപ്പെട്ട ജനങ്ങളാണ്. എന്നാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വനം വകുപ്പിനെ സംബന്ധിച്ചോളം എന്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ആ ആനയെ അന്ന് തന്നെ വെടിവെച്ച് വിടണം. ആ ആനയെ മാത്രമല്ല, ഈ കടുവയെ പോലെയുള്ള ഈ ജനങ്ങളെ ഉപദ്രവിക്കാൻ നാട്ടിലിറങ്ങുന്ന ഈ മൃഗങ്ങളെ. നമുക്ക് നിയമത്തിന്റെ ഈ നൂലാമാലയെ കുറിച്ചും അതൊക്കെ വളരെ ആശങ്കയാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളുടെ സർക്കാർ സംവിധാനങ്ങൾ അതിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം തുടക്കം മുതൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പിഴവ്, കാരണം തണ്ണീർക്കൊമ്പൻ എന്ന ആനയുമായി ബന്ധപ്പെട്ട സംഭവത്തിന് ശേഷം എടുക്കേണ്ട ജാഗ്രത നമ്മൾ എടുത്തിട്ടില്ല എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നീട് ഈ പറയുന്ന സാങ്കേതികമായി ഈ സിഗ്നൽ ട്രാക്കിങ്ങുമായി ബന്ധപ്പെട്ട് ആശയവിനിമയം കേവലം ഒരു ജില്ലാതലത്തിൽ മാത്രമാണ് നടന്നിരിക്കുന്നത്. ജില്ലാതലത്തിൽ അവർ ബന്ധപ്പെട്ടപ്പോൾ അവിടെ റിസീവർ മാലിന്യം നൽകുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അങ്ങ് കൈയൊഴിയുകയാണ്. സംസ്ഥാന തലത്തിൽ നമുക്ക് ഇടപെടൽ സംവിധാനം കർണാടകയാണ്, വേറെ എങ്ങും പോണ്ട, തൊട്ടടുത്തുള്ള സംസ്ഥാനമാണ്. അത് നമ്മൾ ചെയ്തില്ല. പിന്നീട് ഈ പറയുന്ന രീതിയിൽ, കാരണം ബജറ്റിൽ പോലും അല്ലെങ്കിൽ ഈ വന്യമൃഗം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് 2022-23 ചെലവിട്ടത് 29.8 കോടി രൂപ മാത്രമാണ്. ഈ കാലയളവിൽ ഓർക്കണം, 8873 വന്യജീവി ആക്രമണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതിലേറെയും വയനാട്ടിലാണ്. അപ്പോൾ നഷ്ടപരിഹാരങ്ങൾ കൊടുക്കുന്നില്ല കൃത്യമായി. പല നഷ്ടപരിഹാര കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോൾ വനം വകുപ്പ് ഏകപക്ഷീയമായ നടപടി സ്വീകരിക്കുന്നു. അതിൻ്റെ പരിധിയിലേക്ക് ഈ എത്രയോ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. താൽക്കാലികമായ ജോലി പോലും നൽകുന്ന അല്ലെങ്കിൽ സ്ഥിര ജോലി നൽകാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ അനാസ്ഥയുടെ, നമ്മളുടെ ഇടപെടലിൻ്റെ അക്കമിട്ടുള്ള അനാസ്ഥകൾ നിഴലിച്ച് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ അത് ദൂരീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലേ? അല്ല, തീർച്ചയായിട്ടും അതിനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. കാരണം നമ്മളെ പോലെ മനുഷ്യരാണ് ഈ ദുരന്ത ഭൂമിയിൽ ജീവിക്കുന്നവർ, ഒരു തർക്കമില്ല കാര്യത്തിൽ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞല്ലോ, ഞാനിതിന് ഒരു മാനുഷികമായിട്ടുള്ള സൈഡിൽ നിന്ന് തന്നെ സംസാരിക്കുന്ന ആളാണ്. കാരണം വയനാടുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അപ്പൊ ഞാനിത് പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ നിയമം മാറ്റാതെ കണ്ട് നമുക്ക് ഒരു സുരക്ഷ ഉണ്ടാകത്തില്ല.
എന്തുകൊണ്ടാണ് നമ്മുടെ പാർലമെന്റ് അംഗങ്ങൾ ഇവിടുന്ന് 10-18 കോൺഗ്രസിന്റെ എംപിമാരുണ്ട്, എന്തുകൊണ്ടാണ് പാർലമെന്റിൽ ഇതിനെതിരെ ശബ്ദമുയർത്തത്? ഞങ്ങളുടെ നാട്ടിൽ ഇന്ത്യയിൽ ഈ വനജീവികളുടെ ശല്യം ഏറ്റവും കൂടുതൽ രൂക്ഷം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. കാരണം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്. മറ്റ് സംസ്ഥാനങ്ങളിലും ഇത്രയും ദുരന്തമില്ല. കാരണം വനങ്ങൾക്കും ജനങ്ങളും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കിലോമീറ്ററുകളോളാണ്. ഇവിടെ ബഫർ സോൺ 4 കിലോമീറ്റർ തന്നെ ആക്കണമെന്ന് വാദിച്ച കോൺഗ്രസിന്റെ MLA-മാരുടെ നാടാണത്. ഇപ്പോൾ അവര് തന്നെ അതിനെതിരെ സമരം ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിച്ചു, ഇതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ വേണം. കാരണം ശാശ്വതമായിട്ട് പരിഹരിക്കണ്ടേ? നാളെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ കടുവ പിടിച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ പാർലമെന്റിൽ നിയമം പാസ്സാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മുടെ MP-മാര് മുൻകൈ എടുക്കണം. അല്ലാതെ താൽക്കാലികമായ ഒരു ആശ്വാസം കൊണ്ടോ ഏതെങ്കിലും ഒരു ആനയെ ബൈക്കോട് വെച്ച് കാട്ടിലേക്ക് തിരിച്ചയച്ചുകൊണ്ടോ ഒന്നും പരിഹരിക്കത്തില്ല. ഇപ്പൊ കർണാടക സർക്കാർ നിസ്സഹകരണമായിരുന്നു എന്നുള്ളത് സ്പഷ്ടമാ. അതുകൊണ്ടാണല്ലോ വയനാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കോയമ്പത്തൂർ പോയി ആന്റിനെ മേടിച്ചത്. പക്ഷെ നമ്മളെ ശരി, ശ്രീ റെജി ലൂക്കോസ് മടങ്ങിയെത്താം. ശ്രീ സംഷാദ് മരക്കാർ, ശ്രീ റെജി ലൂക്കോസ് ഒക്കെ പറയുന്നത് ലക്ഷ്യമിടുന്നത് വയനാട് MP-യെ കൂടി ലാക്കാക്കിയാണ്. കാരണം എളുപ്പം ചെയ്യാവുന്ന കാര്യങ്ങൾ ഉണ്ട്. അത് വയനാട് നമുക്കൊരു MP ഉണ്ട്, അത് ദേശീയ തലത്തിൽ ഉറ്റുനോക്കപ്പെടുന്ന രാഹുൽ ഗാന്ധിയാണ്. കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. നിയമം വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന് കർണാടക സംസ്ഥാന സർക്കാരാണ്, അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടിയൊക്കെ ചെയ്യാം. പക്ഷേ അപ്പോഴും സർക്കാർ എടുക്കേണ്ട വലിയ ബാധ്യത, ഒരു 90% ബാധ്യത, അതിവിടെ നിറവേറ്റപ്പെട്ടിട്ടുണ്ടോ ശ്രീ ഷംഷാദ്? റെജി ലൂക്കോസ് വളരെ വൈകാരികമായി വയനാട്ടുകാരുടെ വികാരങ്ങൾ രീതിയിൽ സംസാരിക്കുകയും എന്നാൽ കൃത്യമായ രാഷ്ട്രീയം പറയുകയാണ് ചെയ്തത്. ഈ 1972 വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ വളരെ 2 ചോദ്യങ്ങൾ ഇതിനകത്ത് ചോദിക്കുന്നുള്ളൂ. ഒന്ന്, പന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണം എന്നാവശ്യപ്പെട്ട് കേരളത്തിന്റെ വനം വകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോയിരുന്നു. എന്നിട്ട് പ്രഖ്യാപിക്കാൻ പറ്റിയിരുന്നു. അന്ന് എന്തുകൊണ്ടാണ് നമുക്കത് പ്രഖ്യാപിക്കാൻ പറ്റാതിരുന്നത്? കൃത്യമായ ഡാറ്റ ആയിരുന്നില്ല അന്ന് നമ്മൾ സമർപ്പിച്ചത്. അത് കേരളത്തിലെ MP-മാരാണോ ചെയ്യേണ്ടത്? അപ്പൊ ഒരു പന്നിയുടെ കാര്യത്തിൽ പോലും കൃത്യമായി ഇടപെടാൻ കഴിയാത്ത ഒരു വനംവകുപ്പ് മന്ത്രി ഡൽഹിക്ക് പോയി തിരിച്ചു വന്നു എന്നല്ലാതെ ഒരു ഡാറ്റയും അവിടെ കൊടുത്തില്ല. പിന്നെ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് ഭേദഗതികൾ വരുത്തണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ഇന്ത്യൻ പാർലമെന്റിൽ ഭേദഗതി വരുത്തുന്നതിന് മുമ്പ് തന്നെ 2 നിയമം ഇപ്പോൾ നിലവിലുണ്ട്. കാരണം മനുഷ്യന് ജീവനും സ്വത്തിനും ഭീഷണിയാണെങ്കിൽ ഏത് വന്യമൃഗത്തെയും കൊല്ലാനുള്ള അധികാരം ഫോറസ്റ്റിൽ ഉണ്ട് എന്നും ഫോറസ്റ്റിൽ അതിന് ഉത്തരവിടാമെന്നും വൈൽഡ് ലൈഫിന്റെ ഇപ്പോൾ ഉള്ള നിയമത്തിലുണ്ട്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിയമം പ്രയോഗിക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറാവാത്തത്? പിന്നെ കളക്ടർക്ക് വേണമെങ്കിൽ IPC പ്രകാരം ഉത്തരവിടാൻ കഴിയും. ഈ വയനാട്ടിൽ 1987 മാരാപാണ്ഡ്യൻ എന്ന് പറയുന്ന സബ് കളക്ടർ മാനന്തവാടിയിൽ ഇറങ്ങിയ ആന ഒരാളെ ആക്രമിച്ചു കൊന്ന ഉടനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി ഉത്തരവിട്ട സ്ഥലമാണ് മാനന്തവാടി. ഈ 2 നിയമവും നമ്മുടെ കയ്യിലുള്ളപ്പോ ഇനി MP-മാര് പാർലമെന്റിൽ പോയി നിയമം തിരുത്തി വന്നിട്ട് ഈ ഉത്തരവിടേണ്ട കാര്യമില്ലല്ലോ. കയ്യിൽ നിയമം ഉണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ വനംവകുപ്പ് മേധാവിയോട് ഇത്തരത്തിലൊരു ഉത്തരവിടാൻ നിങ്ങൾക്ക് പറയാൻ പറ്റാത്തത്? അപ്പൊ രാഷ്ട്രീയമായിരുന്നില്ല ഞാൻ പറഞ്ഞത്. പക്ഷെ റെജി ലൂക്കോസ് കൃത്യമായ രാഷ്ട്രീയം പറയുന്നത് കൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. പിന്നെ കർണാടകയിൽ നിന്നും ആന്റണിയും റിസീവറും കിട്ടുന്നില്ലെങ്കിൽ കേരളത്തിലെ വനംവകുപ്പ് മന്ത്രിക്ക് എന്താണ് പണി? കേരളത്തിലെ വനംവകുപ്പ് മന്ത്രി കർണാടകയിലെ വനംവകുപ്പ് മന്ത്രിയെ സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിലെ ചീഫ് സെക്രട്ടറി കർണാടക ചീഫ് സെക്രട്ടറിയുമായി സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ അവനവന്റെ ഉത്തരവാദിത്വം ഒന്നും ചെയ്യാതെ മറ്റുള്ളവരെ മുമ്പിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളതല്ല ഇപ്പൊ വയനാട്ടിലെ ആവശ്യമെന്ന് പറയുന്നത്. വയനാട്ടിലെ ആവശ്യമെന്ന് പറയുന്നത് ഈ ക്രൈസിസിനെ അതിജീവിക്കാൻ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. 2, നഷ്ടപരിഹാരത്തിന്റെ കാര്യത്തിൽ റെജി ലൂക്കോസ് ഒന്നും പറയാതെ ഇങ്ങ് പോയി. അതില് വയനാട്ടിലെ കേരളത്തിലെ 19 MP-മാർ ഇടപെടേണ്ട കാര്യമാണോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന നഷ്ടപരിഹാരം എന്ന് പറയുന്നത്? 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നത് ഉയർത്തണമെന്ന് തീരുമാനിക്കാൻ ടെലിഫോൺ ലൈനിൽ ഒന്ന് തുടരുക. നമുക്ക് ചെറിയൊരു ഇടവേള എടുത്ത ശേഷം ഈ എന്താണ് ഇനി വയനാടൻ ജനതയ്ക്ക് മുന്നിലുള്ളത്, ഈ ദിവസം വളരെ പ്രധാനപ്പെട്ടതായി അവർ പറയുന്നു. വൻ പ്രക്ഷോഭത്തിലേക്ക് പോകും എന്നാണ് അവർ പറയുന്നത്. ഇന്ന് മിഷൻ മക്ന ഒരു ഉത്തരം നൽകിയില്ല എങ്കിൽ ഇടപെടുമ്പോൾ ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് സർക്കാരിന്റെ സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാത്തത്? അവിടെ വനം വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഉന്നയിക്കുന്നത്. നമുക്ക് നല്ല നിയമങ്ങളുണ്ട്, അതൊക്കെ ഉപയോഗിക്കുന്നില്ല, പകുതിക്ക് പിടിച്ചു വെക്കുന്നു. ഇന്നിപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, ഈ ദിവസം കഴിഞ്ഞു പോയാൽ കൈവിട്ടു പോകും കാര്യങ്ങളെന്ന് സഭയൊന്നടങ്കം പറയുകയാണ്. അപ്പോൾ ഉത്തരം ഇന്നുണ്ടാകുമോ ശ്രീ റെജി? അല്ല, തീർച്ചയായിട്ടും അതിനുള്ള കഠിന ശ്രമമാണ് നമ്മുടെ വനംവകുപ്പും RR ടീമും അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥയും അവിടുത്തെ ടെറൈൻ്റെയും പ്രത്യേകതകൾ കൊണ്ട് ഈ ആനയെ, പ്രത്യേകിച്ച് ഈ മോഴയാന എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ അപകടകാരി. മറ്റു 2 വിവാദപ്പെട്ട ആനകളെ കുറിച്ചും അതിനെ ക്യാപ്ചർ ചെയ്യാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു, കഠിനമായിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു. ജനങ്ങൾ പ്രതിഷേധത്തിലേക്ക് പോകുന്ന ന്യായമാണ്, അവരുടെ ജീവനാണ് ഏറ്റവും സത്യം.
പക്ഷെ ഇവിടെ ഷംനാഥ് തെറ്റിദ്ധരിപ്പിക്കരുത്. ഷംനാഥ് മനസ്സിലാക്കണം, നിങ്ങളുടെ ഒരു MP ഉണ്ട്. ആ MP എവിടെയാണ്? അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്തൊരു ലക്ഷം പോലും വേണ്ടിയിട്ടുണ്ടോ? രാഹുൽ ഗാന്ധി അദ്ദേഹം പദയാത്ര നടത്തുന്നിടത്ത് ഒരു പ്രസ്ഥാനം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും ദേശവ്യാപകമായിട്ടുള്ള ശ്രദ്ധ നേടും. അദ്ദേഹം ഒരു അക്ഷരം പോലും വേണ്ടിയിട്ടില്ല. പിന്നെ അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളും നുണയാ. നമ്മളൊരിക്കലും മനുഷ്യന്റെ ജീവനും സ്വത്തുമായിട്ട് ബന്ധപ്പെടുന്ന വിഷയങ്ങൾ രാഷ്ട്രീയ കാലത്ത് ഞാനൊരു രാഷ്ട്രീയം പറഞ്ഞില്ല, ഞാൻ വസ്തുത മാത്രമേ പറഞ്ഞുള്ളൂ. ആർക്കും ഈ ചർച്ച കഴിയുന്നവർക്ക് റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ രീതിയിൽ കിട്ടുകയും ചെയ്യും. ഞാൻ 1 മിനിറ്റ് കൊണ്ട് തീർക്കാം. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വെടിവെച്ച് കൊല്ലാനായിട്ട് സംസ്ഥാന വനംവകുപ്പിന് അധികാരമുണ്ടെന്ന പച്ച നുണ. താങ്കളത് മനസ്സിലാക്കണം. അങ്ങനെ ഒരു നിയമം ഇപ്പൊ ഇല്ല. പണ്ടുണ്ടായിരുന്നു. അതീവ ഗുരുതരമായ ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായിട്ട് കളക്ടർക്ക് ഉത്തരവിടാൻ വേണ്ടി. ഇപ്പൊ അത് പറ്റത്തില്ല. അത് അസാധ്യമാണ്. അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര പരിസ്ഥിതി വകുപ്പിന്റെയോ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഇതിന്റെയോ നിർദ്ദേശത്തോട് മാത്രമേ ഉള്ളൂ. ഒറീസയിൽ ഉണ്ടായ സംഭവം ഞാൻ പറയുന്നില്ല, അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. 3 തവണ ഈ സർക്കാർ വന്നതിന് ശേഷം ഈ ശശീന്ദ്രൻ ബഹുമാനപ്പെട്ട മന്ത്രി 2021 അധികാരത്തിലേറ്റതിനു ശേഷം 3 തവണ കേന്ദ്ര സർക്കാരിന് വെടിവെച്ച് കൊല്ലാനുള്ള, അത് അപകടകരമായ രീതിയിൽ ജനങ്ങളെ ആക്രമിക്കുന്ന വന്യജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം വേണമെന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ നിവേദനം കൊടുത്തു. എന്തിനധികം ഈ 8-ാം തീയതി ഡൽഹിയിൽ ഈ മന്ത്രിമാരും മുഖ്യമന്ത്രിയും സമരത്തിന് പോയപ്പോൾ അതിന്റെ തലേദിവസം തന്നെ AK ശശീന്ദ്രന്റെ ഉദ്യോഗസ്ഥ സംഘവും കേന്ദ്ര ക്യാബിനറ്റ് മിനിസ്റ്റർ സഹമന്ത്രിയെ നേരിട്ട് കണ്ട് റിക്വസ്റ്റ് ചെയ്തു, ഈ ഒരു അധികാരം നൽകണം. കാരണം കേരളത്തിൽ വളരെ പാനിക്കായ സിറ്റുവേഷനിലാണ്, ജനങ്ങളെ കൊല്ലുന്നു. അപ്പോൾ ആ മന്ത്രി പറഞ്ഞത് അസാധ്യമാണ്, നടക്കുകയെന്നാ പറഞ്ഞത്. അവിടെയാണ് MP-മാർക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്ന് ഈ സംസ്ഥാനത്തിനെ പോലെ ഒരാൾ പറയുന്നത്. പിന്നെ എന്തിനാ ഇവരെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? പാർലമെന്റിൽ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തങ്ങളുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ പിന്നെ ഇവരെന്തിന് MP-മാരായിട്ട് നടക്കുന്നത്? അതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത്, ഇപ്പൊ സാധാരണക്കാരന് പാർലമെന്റിൽ പോയി ഇത് പറയാൻ പറ്റുമോ? ഒരു സാധാരണക്കാരൻ വയനാട്ടിലെ ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യൻ ഡൽഹിയിൽ പോയി മന്ത്രിയെ കാണാൻ പറ്റുമോ? അതിനാണ് റെപ്രസെന്റേറ്റീവ് ഉള്ളത്. ഈ MP-മാരെ പോലുള്ളവർ അവർ ചെയ്യുന്നില്ല. എത്രയോ രൂക്ഷമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ട് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായോ? എരുമേലിക്ക് തൊട്ടിട്ട് റാന്നിക്ക് ഇപ്പൊ എരുമേലിക്ക് അടുക്കുന്ന സ്ഥലത്ത് ഒരു കാട്ട് പോത്ത് ഒരു സാധു മനുഷ്യനെ പട്ടാപ്പകൽ വീടിനകത്ത് കുത്തിക്കൊന്നു, കുഴിച്ചു മൂടി. അന്ന് മേനകാ ഗാന്ധിയുടെ പ്രസ്താവന നിങ്ങൾ പുറത്തിറക്കിയില്ലേ? നിങ്ങളെ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ MP അതിനെതിരെ ശബ്ദിച്ചോ? ഞങ്ങളുടെ നാട്ടിൽ കാട്ടുപോത്ത് പോലും പട്ടാപ്പോല് ഞങ്ങളുടെ മനുഷ്യരെ കൊല്ലുന്നു, അതുകൊണ്ട് നിയമം മാറ്റണം, നിങ്ങൾ ആരെങ്കിലും ഒരു വാക്ക് പാർലമെന്റ് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നാ പറഞ്ഞ ഒരാളുണ്ട്, ജോൺ ബ്രിട്ടാസ് MP. അദ്ദേഹം ആ കാലത്ത് ശംഷാദ്, അവസാനമായി മറുപടി. രാഷ്ട്രീയമായിട്ടല്ല നമ്മൾ ഈ വിഷയത്തെ കാണുന്നത്, എങ്കിലും രാഷ്ട്രീയ ചായ്വ് കൂടി പറഞ്ഞ സ്ഥിതിക്ക് ഓക്കെ, കലക്ടർക്കുള്ള എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ജീവന് ഭീഷണിയായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വെടിവെക്കാൻ ഉത്തരവിടാം. ആ നിയമം ഇപ്പോൾ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ വൈൽഡ് ലൈഫ് ആക്ടിൽ ഉണ്ടായിരുന്ന വൈൽഡ് ലൈഫ് വാർഡന് വേണമെങ്കിൽ ഇത്തരത്തിൽ ഉത്തരവിടാനുള്ള അധികാരവും എടുത്തു മാറ്റിയിട്ടില്ല. അമെന്റ്മെന്റ് നടന്നിട്ടില്ല. അമെന്റ്മെന്റ് നടന്നത് ഷെഡ്യൂൾഡ് 1, ഷെഡ്യൂൾഡ് 2, ഷെഡ്യൂൾഡ് 3 അമെന്റ്മെന്റുകളാണ് നടന്നത്. അതായത് കൊരങ്ങിനെ അടക്കം ഷെഡ്യൂൾഡ് 1 ഉൾപ്പെടുത്തുന്ന അമെന്റ്മെന്റ് ആണ് നടത്തിയിട്ടുള്ളത്. അല്ലാതെ ഈ നിയമത്തിൽ വലിയ അമെന്റ്മെന്റ് നടന്നിട്ടില്ല എന്നുള്ളതൊരു കാര്യമാണ്. 2, MP ഈ കാര്യത്തിൽ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്തു എന്നുള്ളത് ഈ കുടുംബത്തിനും ഈ നാട്ടിലെ ജനങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1 മാസത്തോളം ഈ ആന ഇവിടെ ഉണ്ടായിരുന്നിട്ട് കർണാടകയിൽ നിന്നും കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ അത് വാങ്ങിയെടുക്കാൻ പോലും കഴിയാത്ത ഒരു വനം വകുപ്പ് മന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഇവിടെ ദീപ എന്ന് പറയുന്ന നോർത്ത് CCF വയനാടിന്റെ നോഡൽ ഓഫീസറുടെ ചുമതല നൽകി മന്ത്രി പറഞ്ഞത് എല്ലാ പ്രശ്നങ്ങളും ഇനി CCF ഇവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പരിഹരിക്കാമെന്ന് പറയുന്നു. ഒരു കടുവയുടെ കൂട് വെക്കാൻ പോലും അധികാരമില്ലാത്ത ഒരു CCF നോഡൽ ഓഫീസറുടെ ചുമതല കൊടുത്തിട്ട് എന്ത് കാര്യമുണ്ട് ഇതിനകത്ത്? പിന്നെ റെജി ലൂക്കോസ് പറയാതെ ഒരു കാര്യമുണ്ട്, നഷ്ടപരിഹാരത്തിന്റെ കണക്ക് നിങ്ങൾ വയനാട്ടിലേക്കൊന്ന് വന്നേക്കൂ. വയനാട്ടിൽ നഷ്ടപരിഹാരം കിട്ടാത്ത എത്ര ആളുകളുണ്ട്? വന്യമൃഗ ശല്യത്തിന്റെ ഭാഗമായി വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് കുറുക്കമ്മൂല. 7 ദിവസം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. 28ഓളം വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ടു. ജില്ലയിൽ ഏറ്റവും ഉന്നത ബോഡിയായ ജില്ലാ വികസന സമിതി 3 MLA-മാരും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കളക്ടറും ഉൾപ്പെടുന്ന ബോഡി ഇവിടെ നിന്ന് ഞങ്ങൾ മുഴുവൻ പ്രതികരിച്ചതിന് ഒപ്പം റെജി ലൂക്കോസും വളരെ നന്ദി.